നന്മ കാണാനും നല്ലത് കേൾക്കാനും നല്ലത് പറയാനും നന്മ ചെയ്യുവാനുമായിട്ട് ഒരു ദിവസം കൂടെ കൂടി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഈ ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ അത് ലഭിക്കാൻ അർഹതയുള്ളവർക്ക് ചെയ്തുകൊണ്ട് ഈ ദിവസത്തെ വളരെ സന്തോഷത്തോടെ നമുക്ക് പൂർത്തിയാക്കി ദൈവത്തിന് തിരിച്ച് സമർപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാൻ, പ്രാർത്ഥിക്കാം. പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എങ്ങനെയാണ് നമുക്ക് നന്മ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. തിന്മയിൽ നിന്നും അകന്ന് നിൽക്കാതെ നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കും. യാതൊരു സംശയമില്ല. പക്ഷേ നാം ചെയ്യുന്ന നന്മ പ്രവൃത്തിയുടെ ഗുണം അത് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ അത് തിന്മയുടെ മാലിന്യം ഏൽക്കാത്ത, തിന്മയുടെ സ്പർശമേൽക്കാത്ത നന്മയായിരിക്കും. തിന്മയുടെ സ്പർശമുള്ള നന്മയാകുമ്പോൾ അത് സ്വീകരിക്കുന്ന വ്യക്തിക്കോ സ്വീകരിക്കുന്ന സമൂഹത്തിനോ അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായ ഫലം ഉണ്ടാവില്ല, താൽക്കാലികമായ നേട്ടം ഉണ്ടാവും. അതൊരു വലിയ സത്യമാണ്. ഇറ്റ്സ് എ യൂണിവേഴ്സൽ പ്രപഞ്ച സത്യമാണ്. നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ സംഘടിത മതസമൂഹങ്ങൾക്കൊന്നും ഇപ്രകാരം സമൂഹത്തിൽ നന്മ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സമൂഹത്തെ ബാധിക്കുന്ന വിധത്തിൽ ഒരുപാട് കാരുണ്യ പ്രവൃത്തികളും ഒരുപാട് സംഘടിത പ്രവർത്തനങ്ങളും ഒക്കെ എല്ലാ മതസമൂഹങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ അതെല്ലാം കേവലമായ താൽക്കാലിക ആശ്വാസങ്ങൾ എന്നല്ലാതെ ഒരു തലമുറയ്ക്ക് ആവശ്യമായിട്ടുള്ള ദിശാബോധം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നത് വളരെ വിരളമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇല്ല എന്ന് ഒരു ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ് പറയാൻ ഞാൻ ആളല്ല, പക്ഷെ അത് പൊതുവെ വിരളമാണ്. ഇതിൻ്റെ ഗുണങ്ങൾ സ്വീകരിക്കുന്ന ഈ സംഘടിത മതവിഭാഗങ്ങളുടെ കാരുണ്യ പ്രവർത്തികളുടെ ഗുണങ്ങൾ സ്വീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് ചോദിച്ചാൽ തന്നെ പറയും, അവർ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയും. എന്തുകൊട്ടെ ഞാൻ അതല്ലാണ് പ്രധാനമായിട്ടും സ്പർശിക്കാൻ ആഗ്രഹിച്ചത് ഈ ലോകത്തിൻ്റെ ആ ശൈലികൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ഈ ലോകത്തിലെ തിന്മകളെ തിരുത്തുവാനായിട്ട് നമുക്ക് കഴിയില്ല. പ്രത്യേകിച്ച് മതവിഭാഗങ്ങൾക്ക് കഴിയില്ല. കാരണം മതത്തിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ മതത്തിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമാകും, അല്ലെങ്കിൽ സമൂഹം പ്രതീക്ഷിക്കുന്നത് സമൂഹത്തിൽ ഒരു തിരുത്തൽ ശക്തി ആവാൻ വേണ്ടിയിട്ടാണ്. അത് അവനവൻ്റെ സമൂഹത്തിലോ പൊതുസമൂഹത്തിലോ ഒരു തിരുത്തൽ ശക്തി ആവാൻ തക്കവണ്ണമുള്ള ധാർമ്മിക ബലം ആ മതസമൂഹത്തിനോ അല്ലെങ്കിൽ മതവിഭാഗങ്ങളിലെ നേതാക്കന്മാർക്കോ ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആഹ്വാനങ്ങൾക്ക് യാതൊരു സ്വീകാര്യത ഉണ്ടാവില്ല. അത് കേൾക്കും, പക്ഷെ മനുഷ്യൻ ശ്രവിക്കില്ല, ഗ്രഹിക്കില്ല. അതുപോലെ അങ്ങനെയാണല്ലോ ഈ നമ്മുടെ മലയാളത്തിൽ നല്ലൊരു പ്രയോഗം ഉണ്ടായത്, പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ സദാചാര പ്രസംഗം എന്ന് പറഞ്ഞിട്ട്. കാരണം എല്ലാവർക്കും അറിയാം ഇത് പ്രസംഗിക്കാൻ ഉള്ള ധാർമ്മിക ബലം ഇല്ലാത്തവരാണ് പ്രസംഗിക്കുന്നത്, തലകൊണ്ടാണ് പ്രസംഗിക്കുന്നത്, മനസാക്ഷി കൊണ്ടല്ല എന്നുള്ളത്. അപ്പോൾ മനസാക്ഷിയെ തൊട്ടുണർത്താൻ തക്ക പ്രബോധനം കൊടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള പ്രചോദനമായ ജീവിതം നയിക്കുന്നവർക്ക് സാധിക്കുള്ളൂ. പ്രചോദനം ആകാതെ പ്രബോധനം കൊടുത്തതുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല, കുടുംബത്തിൽ വരാൻ പോകുന്നില്ല. മാതാപിതാക്കന്മാരുടെ ഉപദേശം എന്തുകൊണ്ട് മക്കൾ സ്വീകരിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. അവരെയൊക്കെ ഒരു പ്രചോദനവും മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടുന്നില്ല. ധാരാളം ഉപദേശങ്ങൾ, പ്രബോധനങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ പ്രബോധനം മാത്രം കിട്ടിയതുകൊണ്ട് ഒരു മക്കളും നന്നാകാൻ പോകുന്നില്ല. മക്കൾക്ക് ഒരു പ്രചോദനവും ഒരു വെല്ലുവിളിയും ആകുന്ന തരത്തിലുള്ള ജീവിതം ഈ മക്കൾ മാതാപിതാക്കന്മാരിൽ കണ്ടാൽ തീർച്ചയായിട്ടും ആ മക്കൾ ഒരിക്കലും നന്മയുടെ പാതയിൽ നിന്ന് മാറുകയില്ല എന്ന് മാത്രമല്ല, അവർ നല്ല സ്വഭാവമുള്ളവരായിട്ട് വളരുകയും ചെയ്യും. ഭക്തിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. അല്ലാതെ പാട്ട് പാടിയോണ്ടും കവിത എഴുതിയോണ്ടും പ്രസംഗം പറഞ്ഞുകൊണ്ടും ഒന്നും, അല്ലെങ്കിൽ 10 പ്രാവശ്യം പാടിയോണ്ടൊന്നും അത് കിട്ടാൻ പോകുന്നില്ല. അതിൻ്റെ ഉറവിടങ്ങളിൽ നിന്ന് അത് കിട്ടണം. അപ്പം മതത്തെ സമൂഹത്തിൽ തിരുത്തൽ ശക്തിയായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ മതസമൂഹങ്ങൾക്ക് അപ്രകാരമുള്ള തിരുത്തൽ ശക്തിയാവാനായിട്ട് ആവശ്യമായിട്ടുള്ള ധാർമ്മിക പിൻബലത്തോടു കൂടി തിരുത്തൽ നടത്താൻ കഴിയണം. അങ്ങനെ നടത്താൻ കഴിയുന്ന ആത്മീയ നേതാക്കന്മാർ എല്ലാ മതസമൂഹങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. നമുക്കും അതൊരു പാഠമാകട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.